തുടങ്ങിയ ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ വർഷത്തെ ആദ്യമായിട്ട് കിട്ടിയ നമ്മുടെ ചക്കയിൽ നിന്നും ഉള്ള ഉൽപ്പന്നങ്ങളാണ്. ചക്കയുടെ പൊടിയാണ്, ചക്കയുടെ ചക്കച്ചുള ഉണങ്ങിയെടുത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊണ്ടുവന്ന സാധനം. ആകെപ്പാടെ 7 കിലോയേ ഉള്ളൂ. ആ 7 കിലോ നമ്മൾ എടുത്ത് നല്ല തരിയായിട്ട് നല്ല അപ്പത്തിന് പൊടിക്കുന്ന പൊടി അതങ്ങനെയാണ് പൊടിച്ചേക്കണേ. നല്ല വൃത്തിയായിട്ട് പൊടിച്ച് നല്ല പാൻപാറ്റ സാധനം കള. ഇനി ഇത് 1-2 വർഷം ഇത് നന്നായിട്ട് കണ്ടെയ്നറിൽ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ, മോയ്സ്ചർ കയറാതെ അടച്ച് വെച്ചാൽ ഇത് സൂപ്പറായിട്ട് 2 വർഷവും ഇരിക്കും. അപ്പോൾ നമ്മൾ 1 വർഷമേ പറയുന്നുള്ളൂ. നല്ല പൊടിയാണ്. ഇതിപ്പം വറുത്ത് മില്ലി പൊടിച്ചിട്ട് അവിടെ തന്നെ വറുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് നല്ല നൈസാണ്. പൊടിയെന്ന് പറഞ്ഞാൽ അപ്പത്തിന് പൊടിച്ച പോലെ പൊടിച്ചതാണ്. ഇത് ഏതപ്പവും നമ്മൾ പുട്ടോ ഉപ്പുമാവോ എന്ത് സാധനം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാലും ഇത് അതിൻ്റെ കൂട്ടത്തിൽ 2-3 ടീസ്പൂൺ മാത്രം ഇട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ അത് പുട്ടിൻ്റെ പേര് പിന്നെ ചക്കപ്പുട്ടെന്നായിരിക്കും. കാരണം ഈ ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇതിന് ചെറിയ മധുരമുണ്ട്. നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് ചെറിയ മധുരം ഉള്ളത്. പക്ഷെ നല്ല ചൂടായിരുന്നു. ഈ ചൂട് ആറാതെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റിയല്ല. കുറച്ചല്ലേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിലെ ഒരു ഉൽപ്പന്നം. ഇത് പയ്യെ ചെറുതായിട്ട് പാനിട്ടാലും ചെറുതായിട്ട് കുറേ പറന്നു പോകും. നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും 2-3 ടീസ്പൂൺ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ഇതിൻ്റെ ഒരു 3-4 ടീസ്പൂണ്, ഒരു 5-6 ടീസ്പൂൺ ഇതിൻ്റെ ഈ പൊടിയും, കുറച്ച് ചക്കക്കുരു പൊടിയും, കുറച്ച് വാഴക്കാപ്പൊടിയും, ഇത് 3ഉം ചേർത്തിട്ട് നമുക്കൊരു ജാറിലിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഈ 3 ഐറ്റത്തിൻ്റെ കൂടെ, അതായത് ചക്കപ്പൊടി, ചക്കച്ചുളയുടെ പൊടിയും ചക്കക്കുരുവിൻ്റെ പൊടിയും വാഴക്കയുടെ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഉണങ്ങിയ മുന്തിരി, പിന്നെ ഒരു ഇച്ചിരി കൈ കിട്ടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതൊരു 1.5-2 ഗ്ലാസ് ആകുമ്പോൾ കുടിച്ചാൽ അത്താഴം ഓക്കെ. പിന്നെ വേറൊരു സാധനം കഴിക്കരുത്. എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാലും എണ്ണയില്ലാതെ വറുത്ത ഇറച്ചിയോ മീനോ മാത്രമേ കഴിക്കാവുള്ളൂ. വേറെ ഒരു പച്ചക്കറി ഒന്നും കഴിക്കാൻ പോകണ്ട. അതിങ്ങനെ മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നല്ല ആരോഗ്യം നന്നായിരിക്കും. ഫലപുഷ്ടിയാണ്. ഓക്കെ, ബൈ.